മേക്കപ്പ് ലുക്കൊക്കെ നമുക്ക് ആവാം. ഇപ്പൊ എനിക്കറിയാം ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്തായാലും നമ്മള് ഓണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യാതെ ഒന്നും ആരും ഇരിക്കാൻ പോകില്ല. അപ്പൊ എന്തായാലും ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ടാഗ് വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്നിട്ട് ചെയ്യണ ഒരു ടാഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഈ 4 ഫ്രണ്ട്സിൽ ഒരാൾ ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി 3 പേര് ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ പേര് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാം. ഗ്ലോ വിത്ത് എലഗൻസ്, ഗെറ്റ് പ്രിറ്റി വിത്ത് ശ്രീ, DIY വിത്ത് സ്വാതി. അപ്പൊ ഈ 3 പേരാണ് കേട്ടോ നിങ്ങളിപ്പോ ഇവിടെ കണ്ടത്. അപ്പൊ ഈ 3 പേരുടെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. കാരണം 4 ഡിഫറെന്റ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യണം. നിങ്ങൾ കണ്ട് തന്നെ അറിയണം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന, എന്താ പറയാ, വളരെ എക്സ്പേർട്ട് ഒന്നും അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. നിങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇപ്പൊ മാക്സിമം വളരെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നിങ്ങൾ കാണാനായിട്ട് പോകണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് കാണാനെന്ന് വെച്ചാൽ മറക്കരുത് ഈ വീഡിയോ കാണുന്നവർ. അപ്പൊ ഇനി വീഡിയോ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാനായിട്ട്. നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ വാസ്ലിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എടുത്തിരിക്കുന്ന ഒരു CC ക്രീം ആട്ടോ. ലാക്മേയുടെ 9 to 5 ആണ്. ഞാൻ ഫൗണ്ടേഷനൊന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് CC ക്രീംസ് ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സിമ്പിൾ മേക്കപ്പ് അല്ല, അതുകൊണ്ട് ഇത് മതിയാവും. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വൈറ്റനിങ് എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അബ്സോർബ് ആവും കേട്ടോ സ്കിന്നിൽ. കാണുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കും, പിന്നീട് അത് അബ്സോർബ് ആവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡറിന് പകരം ഞാനൊരു നോർമൽ ടാൽക്കം പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡർ ഉള്ളവർക്ക് അങ്ങനെ ചെയ്തൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മാക്സിമം സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ടാൽക്കം പൗഡർ. നന്നായിട്ട് എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു കൺസീലർ, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനായിട്ടുള്ള ഒരു കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വൈറ്റിഷ് ആയിട്ട് തോന്നും. പിന്നീട് നമ്മുടെ സ്കിന്നോട് നന്നായിട്ട് ഓക്സിഡൈസ് ആയി ബ്ലെൻഡായി പോകുന്ന ഒരു കൺസീലറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് സ്കിൻ ടോണ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്കൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഐ ഷാഡോ എടുത്തിരിക്കുന്നത്. ഒരു റോസ് ഷെയ്ഡ് വരുന്ന ഒരു ഐ ഷാഡോ ആണ്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്, ഓപ്ഷണലാണ്. ഞാൻ ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് അപ്ലൈ ചെയ്തതാണ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. അതിനുശേഷം ഒരു ഐലൈനറാണ്. നോർമൽ ലാക്മേയുടെ ഐലൈനറാണ് കേട്ടോ എടുത്തേക്കുന്നത്. വേറെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടാണ് ഇനി ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നോർമൽ ആയിട്ടുള്ള ലാക്മേയുടെ ഐലൈനറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ വാലിട്ടൊക്കെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. എനിക്കതാണ് ഇഷ്ടം. മേളിലും താഴെയും ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്നാമത് ത്രെഡ് ചെയ്യാണ്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെങ്കിലും ഒരു ഭംഗി വരുത്താനായിട്ട് നോക്കിയതാണ്. അതിനുശേഷം നമ്മുടെ മസ്കാര എടുത്തിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഡാർക്കൻ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലേ ട്രൈ ചെയ്ത് നോക്കാം. ഐലാഷസിൽ മാത്രമല്ല ഐബ്രോസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഐലൈനർ ഞാൻ താഴെ എഴുതിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാനൊരു കാജിൽ വെച്ച് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷ് ലുക്ക് വരും നമ്മുടെ കണ്ണിന്. അതാണ് ഇപ്പോൾ ചെയ്യണത്. അത് കഴിഞ്ഞ് ഞാൻ ഐലാഷസിലും നന്നായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്യണത് ഒരു ലിപ് ബാമാണ്. നിങ്ങൾക്ക് ലിപ് ബാം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് വേണം. ഇത് ഞാൻ എടുത്തത് VLCCയുടെ ലിപ് ബാമാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ഒരു ലിപ്സ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ലൈറ്റ് റോസ് കളർ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് അധികം ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക്, താല്പര്യം ഇല്ലെങ്കിൽ. അതിനുശേഷം ഞാനൊരു പൊട്ടിടുകയാണ് കേട്ടോ. നമ്മുടെ ഓണം ഒരു ട്രഡീഷണൽ ലുക്കല്ലേ, അപ്പോൾ ഒരു ഇങ്ങനെ ശൃംഗാരം വെച്ചിട്ടുള്ള ഒരു പൊട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ബ്ലാക്ക് പൊട്ടിനൊക്കെ പകരം ഒരു റെഡ്, എന്താ പറയുക, ഒരു അങ്ങനെ മെറൂൺ ഷെയ്ഡിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ പ്രത്യേക ഒരു രസം ഉണ്ടാവും നമ്മളൊരു. അതിനുശേഷം ഞാനൊരു കുറിയൊക്കെ മെല്ലെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശൃംഗാരം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് മേക്കപ്പ് ലുക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്ന ലുക്കാണ്. ഒരു ഗോൾഡ് ഒരു നെക്ലേസും പിന്നെ ഒരു ഇയറിംഗ്, ഒരു പീക്കോക്കിന്റെ ഇയറിംഗ്, പിന്നെ ഒരു ബാംഗിൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്.
അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടു. ഇതോടൊപ്പം തന്നെ ബാക്കി 3 പേരെ നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്ന 3 പേരെയും കാണാനായിട്ട് മറക്കരുത്. DIY with സ്വാതി, Get Pretty with Sree and Glow with elegance. ഇവർ 3 പേരെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, കാണാനായിട്ട് ആരും മറക്കരുത്. ഇനി 3 വെറൈറ്റി ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് മേക്കപ്പിന്. ഇപ്പൊ ഞാൻ ചെയ്തത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ലുക്കാണ് കേട്ടോ, വലിയ ആഡംബരമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഗോൾഡ് ആണ് എപ്പോഴും നമ്മുടെ ഈ ഒരു ലുക്കിന് ചേരുക കേട്ടോ, ഓർണമെന്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. എന്റെ ഫേസിന് അതാണ് ചേരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.